ഓരോ ക്ലാസ്സുകളിൽ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന റിസർച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ചാണ്, ദാറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ റിസർച്ച്. ഓക്കെ, രണ്ട് ടൈപ്പ് റിസർച്ചും കൂടി നമുക്കിനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ ഫസ്റ്റ് വൺ, ദ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. Descriptive, that is description. Okay, so it is a fact finding investigation. ജസ്റ്റ് നമ്മൾ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും കൂടുതൽ. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മൊബൈൽ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ അതിൻ്റെ യൂസേജ് കൺസെപ്ഷൻ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ യൂസേജ് എത്രത്തോളം ഉണ്ട് മൊബൈലിൻ്റെ എന്ന് നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അതും കൂടുതൽ അഡൾട്ട്സിലാണ് നമ്മളത് ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് എന്ത് ടൈപ്പായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഓക്കെ, കാരണം ജസ്റ്റ് നമ്മളതിൻ്റെ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതിൻ്റെ എന്താ പറയുക, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. പകരം ഒരു ക്വസ്റ്റ്യനയറോ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷനോ അല്ലെങ്കിൽ മെയിൽഡ് ക്വസ്റ്റ്യനയർസോ അല്ലെങ്കിൽ ഷെഡ്യൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഗ്യാദർ ദ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻ. ഡിസ്ക്രിപ്റ്റീവായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ മോഡലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ, കാരണം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിസർച്ച്, അതായത് നമ്മൾ ജസ്റ്റ് അഡൾട്ട്സിൻ്റെ ഇടയിൽ എത്രത്തോളം മൊബൈൽ ഫോണിൻ്റെ യൂസേജ് ഉണ്ട്, ഓക്കെ, അതിൻ്റെ ഒരു ലെവൽ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, എത്രത്തോളം ഡിഗ്രി ഉണ്ടെന്ന് മാത്രമേ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത്തരം റിസർച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഹൈപ്പോത്തിസിസോ അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു റിസർച്ചാണ്. ആൻഡ് ഇറ്റ് ഈസ് ട്രൈസ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൂ, വെൻ, വിച്ച്, വാട്ട്, വേർ ആൻഡ് ഹൗ. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ കണക്ട് ചെയ്യാണ്. ആരൊക്കെയാണ്, എപ്പോഴാണ് അതിൻ്റെ ട്രെൻഡ് കൂടിയിട്ടുള്ളത്, ഏതൊക്കെ ഫീൽഡിലാണ്, അല്ലെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതാണ് വെൻ, വേർ, വിച്ച്, വാട്ട്, ഹൗ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിൽ ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബട്ട് ഇതിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വാരിയബിൾസിൻ്റെ അസോസിയേഷനോ അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസോ പ്രൊപ്പോസിഷൻസോ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് എന്താണ്, ക്വസ്റ്റ്യനയർസ്, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, അതിലൂടെയൊക്കെയാണ് കൂടുതൽ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഫിസിക്കൽ, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ആ ഒരു ഏരിയയിലേക്കാണ് കൂടുതൽ ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ജസ്റ്റ് ഇപ്പോൾ സർവേസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്, കാരണം എത്ര ഒരു പഞ്ചായത്തിൽ എത്രത്തോളം ഫീമെയിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മെയിൽ സ്റ്റാഫ്, അങ്ങനെയുള്ള മെയിൽ, ഫീമെയിൽ, അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ സർവേ, ക്വസ്റ്റ്യനയർസ്, ഒബ്സർവേഷൻ, ഇതിലൊക്കെ കൂടുതലാണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ മോഡൽ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന റിപ്പോർട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ മോഡലായിരിക്കും. അതിന് ഒരു പോസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊരു ലോജിക്കലായിട്ട്, അതായത് ആദ്യം നമ്മളതിൻ്റെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ദെൻ അതിൻ്റെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ഓക്കെ, ആ രീതിയിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. നെക്സ്റ്റ് വൺ, അനലിറ്റിക്കൽ റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞു ജസ്റ്റ് നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബട്ട് അനലിറ്റിക്കൽ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഗ്യാതേർഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ കുറച്ചും കൂടി അനലൈസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ മോഡലിലേക്ക് നമ്മൾ വിടുകയാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ആ ഒരു റിസർച്ച്, നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ, അതിൻ്റെ യൂസേജ് കൂടാനുള്ള കാരണം നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ട് അതിൽ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അത്തരം റിസർച്ചിനെയാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. സോ ദ റിസർച്ചർ ഹാസ് ടു യൂസ് ദ ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ ഓൾറെഡി അവൈലബിൾ ആൻഡ് അനലൈസ് ദം ടു മേക്ക് ദ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, നമുക്ക് നേരത്തെ കണ്ടക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മോഡലിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഗ്യാദർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും. അത് എന്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം, ഒരു അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, അതാണ് ഈ അനലിറ്റിക്കൽ റിസർച്ചിൽ റിസർച്ചേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ദ ഡെപ്ത് സ്റ്റഡി ആൻഡ് ഇവാലുവേഷൻ. കാരണം അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡെപ്ത് മോഡലായിരിക്കും വരിക. അതേപോലെ തന്നെ അതിൻ്റെ ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇന്ന കാരണം കൊണ്ടാണ് ഇത് കൂടാനുള്ള കാരണം, ഇന്ന വേരിയബിൾ ഇതിന് നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഇൻവോൾവ്സ് ഡെപ്ത് സ്റ്റഡി ആൻഡ് ദി ഇവാലുവേഷൻ.
Next one, the research uses advanced statistical tools or techniques like correlation, regression, chi-square method, parametric text. ഇതൊക്കെ ഏതിൽ ഉപയോഗിക്കുന്നുണ്ട്? ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ജസ്റ്റ് മീൻ, മീഡിയൻ, മോഡ്, സെൻട്രൽ ടെൻഡൻസീസ് അതായിരിക്കും കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ബട്ട് അനലിറ്റിക്കൽ റിസർച്ചിലായിരിക്കുമ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കോറിലേഷൻ, റിഗ്രഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് ഡീൽ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഹൈപ്പോത്തിസിസോ അല്ലെങ്കിൽ പ്രോപ്പോസിഷൻസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ അനലിറ്റിക്കൽ, ബിക്കോസ് ഇതൊരു അനലൈസ് മോഡലാണ്, അതേപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇൻഡെപ്ത് ആണ്. അപ്പോൾ അത് കൂടുതൽ ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അവസാനമായിരിക്കും നമ്മൾ ഈ റിസർച്ചിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് പറഞ്ഞു, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലൈസ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ മോഡലാണ്, അതിൽ ഹൈപ്പോസിസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് ലൈക്ക് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്. ഓക്കെ, അത്തരം ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടൊരു ഡെപ്ത് സ്റ്റഡിയാണ്. ഒരു കോസ് ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. സോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസസ് ദ ഹൈപ്പോത്തിസിസ് ഓർ ദ പ്രോപ്പോസിഷൻസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റിസർച്ച് ടൈപ്സ് കഴിഞ്ഞ് നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനായിട്ടുണ്ട്. വാട്ട് ആർ ദ ഏരിയാസ് ഓഫ് ദ ബിസിനസ് റിസർച്ച്? എവിടേക്കാണ് കൂടുതലായിട്ട് ഈ ഒരു റിസർച്ച് നമ്മുടെ ഒരു ബിസിനസ് ഫീൽഡിൽ കാണാനായിട്ട് പറ്റുന്നത്? ദ ഫസ്റ്റ് വൺ, മാർക്കറ്റ് റിസർച്ച്. നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം. ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കോമ്പറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് സിമിലർ നേച്ചറുള്ള ചിലപ്പോൾ പ്രൊഡക്റ്റ് ആ ഒരു മാർക്കറ്റിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റേഴ്സിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളമാണ് കസ്റ്റമേഴ്സ് അവരത് കൺസംഷൻ നടത്തുന്നത്, അവരുടെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്രത്തോളം സക്സസ് ഉണ്ടായിരിക്കുമോ, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൈസിങ് പോളിസിയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏത് ടൈപ്പ്, അത് നമ്മുടെ സ്റ്റഡിയുടെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഏത് ടൈപ്പ് റിസർച്ച് കണ്ടക്ട് ചെയ്യണം. ചിലപ്പോൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണോ വേണ്ടേ, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ലെവലുള്ള ഒരു റിസർച്ചാണോ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഈ ഒരു ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ്, നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് അതിന് കുറച്ചും കൂടി മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അതിന് ഫ്യൂച്ചറിൽ നല്ലൊരു എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം പ്രോഫിറ്റ് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അവൈലബിൾ ആകുമോ, ഇങ്ങനെയുള്ള റിസർച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ അഡ്വർടൈസിങ് റിസർച്ച്, നമ്മളിപ്പോൾ ഒരു മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ പല അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് വരാറുണ്ട് അല്ലേ. അത് നമ്മൾ ചിലപ്പോൾ ഒക്കെ സ്കിപ്പാക്കി കളയും, പക്ഷെ നല്ലതെന്ന രീതിയിൽ തോന്നുകയാണെങ്കിൽ നമ്മളത് ബൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്വർടൈസ്മെൻറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് റിസർച്ച്, ഒരു കമ്പനിയിലെ മാനേജ്മെൻറ്റ് ലെവൽ എങ്ങനെയാണ്, ഓക്കെ, അവരുടെ റൂൾസ്, അവരുടെ പോളിസി, സ്ട്രാറ്റജീസ് എങ്ങനെയാണ് കമ്പനിനെ എഫക്റ്റ് ചെയ്യുന്നത്, അത് എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ രീതിയിലുള്ള മാനേജ്മെൻറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. ഓക്കെ, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഇത് രണ്ടും നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടുക. ഓക്കെ, നമ്മളത് ഓരോ ട്രാൻസാക്ഷൻസും നല്ല രീതിയിൽ തന്നെ അത് റെക്കോർഡ് ചെയ്ത് പോകണം. ദെൻ അതിൻ്റെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. നെക്സ്റ്റ് ടൈം അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രയായിരിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഫണ്ട് അലോക്കേഷൻ, ദാറ്റ് ഈസ് എ ഫിനാൻസ്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സസ് അവൈലബിൾ ആണ് ഫോർ ദ ഫിനാൻസ്, ഷോർട്ട് ടേം, ലോങ് ടേം. ഓക്കെ, അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ഫിനാൻസാണ് നമ്മളത് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, അത് എത്രത്തോളം യൂസ്ഫുൾ ആക്കാൻ പറ്റും, ഇങ്ങനെ രീതിയിലുള്ള പല റിസർച്ചുകളും നമുക്ക് ഈ ബിസിനസ് ഫീൽഡിൽ കാണാനായിട്ട് പറ്റും. അതാണ് ഏരിയാസ് ഓഫ് ദി ബിസിനസ് റിസർച്ച്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ദ ഫേസസ് ഓഫ് ദി ബിസിനസ് റിസർച്ച്, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ഇതിൽ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.